ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് SLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ രണ്ടാമത്തെ പോഡ്കാസ്റ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാവർക്കും SLC സ്റ്റുഡൻസിന് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എൻ്റെ ടിപ്സും ട്രിക്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നൊരു വീഡിയോ ആട്ടോ. ഞാൻ ഇപ്പോൾ പ്ലസ് വണ്ണിലാണ്. അപ്പോൾ എനിക്ക് SLCക്ക് ഫുൾ A+ വാങ്ങിക്കാൻ സഹായിച്ച കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്ത് തരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ആ കണ്ടൻറ്റിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാനൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന എക്സാമിൻ്റെ ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ SSLCക്ക് ആ ഒരു എന്താ പറയുക ഒരു ഗെയിൻ എന്താ പറയുക ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതന്നെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഒരു മന്ത് ഇരുന്ന് കുത്തിരുന്ന് പഠിച്ചാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റായിട്ട് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളൊരു കണ്ടൻറ്റ് ഒരു സബ്ജക്റ്റ് പഠിച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഒരുപാട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഏരിയയിൽ ഞാൻ കുറച്ച് വീക്കാണ്, അവിടെയാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ റിപ്പീറ്റായിട്ട് പഠിച്ചാൽ മതി. അതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം മോഡൽ എക്സാംസിനെ ബേസ് ചെയ്തിട്ടാട്ടോ. മോഡൽ എക്സാമിന് എനിക്കൊക്കെ ഞാൻ ഈവൻ ക്രിസ്മസിനും ഓണത്തിനൊക്കെ A+ വാങ്ങിച്ച സബ്ജക്റ്റിൽ നല്ല രീതിയിൽ മാർക്ക് കുറഞ്ഞു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ 80ലുള്ള സബ്ജക്ട്സിനൊന്നും വലിയ വിഷയം ഉണ്ടായില്ല. സോഷ്യലൊക്കെ 80 ഒരു 60 സംതിങ് വരെയൊക്കെ മാർക്ക് തന്നെ സോഷ്യലിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എനിക്ക് ക്രിസ്മസിനും ഓണത്തിനൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പക്ഷേ ഞാൻ വലിയ രീതിയിൽ ഡൗൺ ആയില്ല. കാരണം എനിക്കറിയാമായിരുന്നു മാർക്ക് കുറയുന്നത്. കാരണം അത്ര ടൈറ്റ് സ്കെഡ്യൂളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ ആകെ ഫോക്കസ് ചെയ്യാൻ ഇത്രേ ഉള്ളൂ. മോഡൽ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, മോഡലല്ല നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഫോക്കസ് കൊടുക്കുന്ന മോഡലിനല്ല, മെയിൻ എക്സാമിനാണ്. അപ്പോൾ നിങ്ങൾ മോഡലിന് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് മോഡലിന് വേണ്ടി പഠിക്കാം. മോഡൽ SSLC എക്സാമിന് സെയിം ഇതിലായിരിക്കുമല്ലോ. മോഡൽ എന്ന് പറയുന്നത് SSLC എക്സാമിന് മോഡലായിട്ടാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിക്കുക. അപ്പോൾ നിങ്ങൾ SSLC എക്സാമിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിച്ചു, മോഡലിൻ്റെയും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ പഠിച്ചു, മാർക്ക് വൈസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്ത് പോർഷൻ ചെയ്യുന്നതായിരിക്കും, അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾ SSLC എക്സാമിന് ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങൾക്ക് SSLC എക്സാമിന് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ പഠിക്കുക. കാരണം ടൈം അത്ര നല്ല രീതിയിൽ എന്താ പറയുക ടൈറ്റ് സ്കെഡ്യൂളായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഗ്യാപ്പൊന്നും അങ്ങനെ കിട്ടില്ല. പിന്നെ സാറ്റർഡേ സൺഡേ കിട്ടിയാലേ ഞങ്ങൾക്കൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് പാടുള്ള പോർഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ വെയിറ്റേജ് ഉള്ള പോർഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഏതൊരു സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഓണത്തിനും ക്രിസ്മസിനും ഫിസിക്സിന് A+ സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് കുറേ ബോധർ ചെയ്തു. കാരണം ഞാൻ SSLCക്ക് A+ കിട്ടാണ്ടിരിക്കുമോ അങ്ങനെയൊക്കെ ഒരുപാട് ബോധർ ചെയ്തായിരുന്നു. അപ്പോൾ ഇതേപോലെ മോഡൽ നിങ്ങൾക്ക് 2 സബ്ജക്റ്റൊക്കെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇതേപോലെ സ്കോർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത് അത് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അതിലോട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സിൽ ഞാൻ എങ്ങനെ എനിക്ക് A+ കിട്ടും, എങ്ങനെ അതിന് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ A+ ആവണം തന്നെ ഇല്ല കേട്ടോ, Aയോ B+ഓ Bയോ ഒക്കെ ആവാം. അപ്പോൾ നിങ്ങളുടെ ഗ്രേഡ് ഒന്ന് ഇമ്പ്രൂവ് ആക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് അത് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതാം, പഠിച്ച് ഇതേപോലെ PYQs ഒക്കെ എഴുതാം. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തത് ഞാൻ ഉദ്ദേശിച്ച ഗ്രേഡ് എനിക്ക് മോഡൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റി. അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കെമിസ്ട്രിയും ഫിസിക്സാണ് ഒരുമിച്ച്. കെമിസ്ട്രി എനിക്ക് പിന്നെ എനിക്ക് ഫിസിക്സാണ് എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റ്. പക്ഷെ പഠിച്ചിട്ടും എനിക്ക് മാർക്ക് കിട്ടാത്തതും ഫിസിക്സിനായിരുന്നു. കെമിസ്ട്രി എനിക്ക് വലിയ താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരുന്നില്ല, പക്ഷെ എങ്ങനെയൊക്കെയോ എഴുതുമ്പോൾ മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കെമിസ്ട്രി എനിക്ക് വലിയ പേടി ഉണ്ടായിരുന്നില്ല, ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ ഫിസിക്സിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്ത് പഠിച്ച് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സ്കോർ എനിക്ക് ഫിസിക്സിന് കിട്ടി. അപ്പോൾ അതാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട. മോഡൽ എക്സാമിന് അങ്ങനത്തെ എക്സാംസിനൊക്കെ നമുക്കൊരു SSLC എക്സാമിൻ്റെ ഒരു ട്രെയിലർ പോലത്തെ ഒരു ക്വസ്റ്റൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതി നോക്കാനുള്ളൊരു സംഭവമാണ്. അതിൽ നിങ്ങൾക്ക് പോയി കിട്ടിയാൽ അത് നിങ്ങളെ പിന്നീട് ബാധിക്കുന്ന കാര്യമല്ല. SSLC എക്സാം പക്ഷേ ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ മറ്റേതൊരു ട്രയൽ പോലെ എടുക്കുക. ഇങ്ങനെ പഠിച്ചിട്ട് അതെനിക്ക് ഗുണമാകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഈ ഒരു ലാസ്റ്റ് മന്തൊക്കെ പഠിക്കാനിരിക്കണമെങ്കിൽ എല്ലാം പഠിച്ച് തീർക്കാവുന്നതിനും പുറമേ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് പഠിച്ച് തീർക്കുക. അതായത് എല്ലാം ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് പോർഷൻ ലൈൻ ബൈ ലൈൻ കവർ ചെയ്യണം എന്നൊക്കെ വെച്ചിരിക്കാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കവർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ടൈം പോവും. പിന്നെ ഒരുപാട് പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസൊന്നും വരാത്തുണ്ട്, റിപ്പീറ്റഡാണ് പിന്നെ ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ആകെ ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് PYQ ചെയ്ത് നോക്കുക. പിന്നെ റിപ്പീറ്റഡായിട്ട് വരുന്ന പോർഷൻസൊക്കെ കണ്ടു നോക്കുക. പിന്നെ അടുത്തത് നിങ്ങൾ ഇതേപോലെ ക്ലാസ്സസ്, ഓൺലൈൻ ക്ലാസ്സസൊക്കെ നിങ്ങൾ അങ്ങനെ കാണാൻ പറ്റുന്നവരാണെങ്കിൽ അത് കാണാൻ ഒരുപാട് യൂസ്ഫുൾ ആവട്ടോ. ഞാൻ തന്നെ എൻ്റെ 10ൽ
ലാസ്റ്റത്തെ മന്തൊക്കെ നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. അത്ര നല്ല കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ സമയമൊക്കെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്സിന് എങ്ങനെ സ്കോർ ചെയ്യണം എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈലം സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. ഞാൻ 8 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ച ഒരു സംഭവമുണ്ട്. അത് ആ പ്ലാൻ അനുസരിച്ച് പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക, അതൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അത് 10 കുറച്ച് സീരീസ് അല്ല 2-3 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വീഡിയോ ഫോളോ അപ്പ് ചെയ്ത് പോവാം. അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഞാൻ +1 ചേർന്നാൽ പിന്നെ ഞാൻ അങ്ങനെയല്ല പഠിക്കണത്. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവണം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പഠിക്കണമെന്നില്ല. ഒരുപാട് PYQസും സംഭവങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ ഇങ്ങനത്തെ ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. അത് നിങ്ങൾ റീഡ് ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതും യൂസ്ഫുള്ളാണ്. അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്യുക ഫ്രീക്വൻ്റ്. പിന്നെ മാത്സ് എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഫിഗേഴ്സ് നോക്കി പോവുക. നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. നല്ല ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടും. അപ്പോൾ എനിക്ക് ഇപ്പോൾ +1 ഡിസഡ്വാൻറ്റേജും അതാണ്. കാരണം ഫിഗേഴ്സേ ഇല്ല. വലിയ രീതിയിൽ ഫിഗേഴ്സൊന്നും ഇല്ല, ഒട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 10th ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ഒരു 5-6 ഫിഗർ ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് കിട്ടണ മാക്സിമം മാർക്ക് കിട്ടും. സർക്കിളും പിന്നെ സർക്കിൾ വെച്ചിട്ട് വരയ്ക്കുന്ന ഒരുപാട് ഫിഗേഴ്സൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അധികം മാറാണ്ട് വരുന്ന സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ഫിഗേഴ്സ് ഉണ്ട്. പിന്നെ ആ ഒരു 6-7 ഫിഗേഴ്സിൽ അത്രയും കാണാപ്പാടം പഠിച്ചു വെച്ചാൽ അതിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാം നമുക്ക് അതിൽ നിന്ന് എന്ത് ചോദിച്ചാൽ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ അത്രയും മാർക്ക് ഓൾറെഡി സെറ്റാണ്. അപ്പോൾ അത് മാക്സിമം ആ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും യൂസ് ചെയ്യുക. കിട്ടണ ഫിഗേഴ്സൊക്കെ ഇരുന്ന് അങ്ങോട്ട് പഠിക്കുക. അതെന്തായാലും യൂസ്ഫുള്ളാവും. ആ മാർക്ക് എന്തായാലും കിട്ടുകയും ചെയ്യും. പിന്നെ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ അവർ മെയിനായിട്ട് നോക്കണ വൊക്കാബുലറി മീൻസ് ലൈക്ക് നമ്മുടെ ഇംഗ്ലീഷ് നമുക്ക് എഴുതാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞത് കേട്ടോ. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ അപ്രിസിയേഷനൊക്കെ എഴുതുന്ന സമയത്ത് ഇൻട്രോയും ഔട്ട്രോയും പഠിച്ചു വെക്കാം. അതായത് നമ്മൾ ലേബർ ഇന്ത്യന്നോ യൂട്യൂബ് വീഡിയോസിനോ എന്തെങ്കിലും കണ്ടിട്ട് അതിൽ 2 എഴുതാൻ പറ്റുന്ന ഇൻട്രോക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സും സംഭവങ്ങളൊക്കെ എഴുതി വെക്കാം. ഔട്ട്രോക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സ് സംഭവം ലൈൻസൊക്കെ എഴുതി വെക്കാം. എന്തായാലും നമ്മൾ അവസാനം എഴുതുന്ന കുറച്ച് ലൈൻസ് ഉണ്ട്. ഇറ്റ് വാസ് എ വെരി എലഗൻറ്റ് പോയം, അല്ലെങ്കിൽ വെരി സിമ്പിൾ ലാംഗ്വേജ്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ വെരി ബ്യൂട്ടിഫുൾ പോയത്തിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സൊക്കെ നിങ്ങൾ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അത് കൊടുക്കുക. അതിനൊക്കെ എനിക്ക് പോയിൻ്റ് എക്സ്ട്രാ ക്രിസ്മസിനൊക്കെ എഴുതിയപ്പോൾ എക്സ്ട്രാ മാർക്കൊക്കെ ലൈക്ക് അതിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ട് ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രിക്ക് കേട്ടോ. കാരണം മെയിനായിട്ട് നിങ്ങളുടെ പേപ്പർ നോക്കുമ്പോൾ നോക്കണതാണ് ഇൻട്രോ ഒക്കെയാണ് മെയിനായിട്ട് നോക്കാം. ഔട്ട്രോ ഒക്കെയാണ് മെയിനായിട്ട് നോക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഫോക്കസ് ചെയ്യുന്നത് തുടക്കം അവസാനമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫഷൻസി അതിൽ കാണിക്കുക എന്നൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ മലയാളത്തിൻ്റെ കേസ് പറയാനാണെങ്കിൽ യുദ്ധത്തിൻ്റെ പരിണാമം എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഇപ്പോഴും എനിക്കൊന്ന് ടെക്സ്റ്റ് മാറിയിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചാപ്റ്ററാണ്. കാരണം സംഭവം നല്ല കടുകട്ടിയ വാക്കുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പക്ഷെ അത് തന്നെ നമുക്കൊരു അഡ്വാൻറ്റേജാണ്. കാരണം ഇതേപോലെ ഔട്ട്രോയിലും ഇൻട്രോയിലും അല്ലെങ്കിൽ ക്യാരക്ടർ സ്കെച്ചൊക്കെ എഴുതുന്ന സമയത്ത് ഈ ഒരു 4-5 ഈ കടും കട്ടി വാക്കുകളൊക്കെ പഠിച്ചു വെച്ചാൽ എന്നിട്ട് അത് എക്സാമിന് കയറുന്നതിന് മുമ്പ് എക്സാം എഴുതുന്നതിൻ്റെ ആ സമയത്ത് നിങ്ങൾ ആ വാക്കുകളൊക്കെ എഴുതിയിട്ട് ആ ലൈൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുക. അതപ്പോൾ നോട്ടീസ് ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക്കലി മാർക്ക് വീഴും. കാരണം ഈ ചാപ്റ്റേഴ്സൊക്കെ വൃത്തിയായിട്ട് അറിയാം, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അതിനുള്ള നോളേജ് ഉണ്ട്, ലൈക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് കുറച്ച് നോളേജ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പം അതിനുള്ള മാർക്ക് കിട്ടും. ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിരുന്ന തരികിട ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വാക്ക് ഇപ്പോൾ ഓർമ്മ കിട്ടണില്ല. പിന്നെ അർജുനനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും ഒക്കെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ ഇത്ര ആനകൾ, ഇത്ര കുതിരകൾ, ഇതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കാൻ കുഞ്ഞു നമ്മൾ മിസ് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 4-5 ലൈൻ കാണാപ്പാടം പഠിച്ചിട്ടങ്ങ് പോകാം. പിന്നെ ശ്രീനാരായണ ഗുരുയുടെ ചാപ്റ്ററിലായിരുന്നോ ഏതൊരു ചാപ്റ്ററിൽ ഒരു 4 വരി കവിത എന്നുകൊണ്ടുണ്ട്. ഇതും കാണാപ്പാടം പഠിച്ചിട്ട് പോകാം. എന്നിട്ട് എന്ത് ചെയ്യുക, പരീക്ഷയുടെ സമയത്ത് ഒരു പാരഗ്രാഫ് എഴുതിയിട്ട് ഇത് എവിടെ കുത്തിക്കയറ്റാൻ പറ്റുമോ അവിടെ ഈ സംഭവം നമ്മൾ കാണാപ്പാടം പഠിച്ചെല്ലാം കുത്തിക്കയറ്റിയിട്ട് എക്സാം വഴി നിന്ന് ഇറങ്ങാവും. എന്നിട്ട് താഴെ കുറച്ച് പോർഷൻ മേലെ കുറച്ച് പോർഷൻ ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ഒരു ലൈൻ വിട്ടിട്ട് ഈ 4 വരി അങ്ങോട്ട് എഴുതി വെക്കണം. അതായത് നോട്ടീസ് ചെയ്യണം. എന്നിട്ട് ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത പാരഗ്രാഫ് എഴുതാം. അപ്പോൾ ഇതവർ നോട്ടീസ് ചെയ്യും. അപ്പോൾ ഇതിനും മാർക്ക് കിട്ടും. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ അല്ല, പക്ഷേ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, ചാപ്റ്ററിനെ കുറിച്ച് അറിയാം എന്നുള്ള രീതിയിലാണ്. അതൊക്കെ ചിലപ്പോൾ മാർക്ക് വീഴാനുള്ള നല്ല നല്ല പോസിബിലിറ്റീസാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മലയാളത്തിന് ഇംഗ്ലീഷൊക്കെ ഫുൾ A+ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ടീച്ചർമാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അത് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നല്ലതാണ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് റിമാർക്സ് കിട്ടിയ സംഭവങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇത് ഉപയോഗിക്കുക. പിന്നെ മലയാളം ഒന്നും പിന്നെ നോട്ട് പഠിച്ചാൽ ഞാൻ നോട്ട് തുറക്കാറേ ഉണ്ടായില്ല. വളരെ ഇതേപോലെ കുറച്ച് ഔട്ട്ഡ്രോ ഇൻട്രോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആകെ നോട്ട് നോക്കിയത്. ഹിന്ദി പിന്നെ ആപ്പേക്ക് അല്ലെങ്കിൽ മേയൊക്കെ ദരിദ്രവാസി ആ ഒരു വൊക്കാബുലറി വെച്ചാണ് ഇപ്പം ഞാൻ +1 ഞാൻ A+ വാങ്ങിക്കുന്നത്, 10 ഞാൻ A+ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഒരു വൊക്കാബുലറി പോലെ അങ്ങോട്ട് ഇരിക്കും. അതിന് വലിയ പിന്നെ സ്ഥിരം ചോദിക്കുന്ന പിരമിഡ്, പോസ്റ്റർ അതൊക്കെ നല്ല വൃത്തിയായിട്ട് കത്തിൻ്റെ മോഡൽ ലൈക്ക് സ്ട്രക്ചറൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ഇംഗ്ലീഷ് മലയാളത്തിനൊക്കെ പിന്നെ ടൈമാണ്, അതാണ് ആകെ എനിക്കൊരു ഇഷ്യൂ ആയിട്ട് ഓണത്തിനൊക്കെ വന്നിരുന്നത്. ടൈം കിട്ടാത്ത, അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ എഴുതി കംപ്ലീറ്റ് ചെയ്യുക. ഒരുപാട് കുത്തിക്കയറ്റി എഴുതരുത്. ഡയറിക്കൊന്നും 2-3 പേജ് എഴുതരുത്, മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടു. ഡയറി എന്നൊക്കെ പറയുമ്പോൾ ഒരു അര പേജ് തന്നെ എന്താ പറയുക പെർഫെക്റ്റാണ്. അതിനപ്പുറത്തോട്ട് എഴുതണ്ട. അല്ലെങ്കിൽ ഒരു പേജൊക്കെ 4 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ അര പേജ് നിർത്താം, 6 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഒരു പേജിൽ നിർത്താം. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തൊട്ട് ഇൻട്രോ എഴുതുക, അതിനൊക്കെ മാർക്ക് വീഴുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ സോഷ്യൽ സയൻസിൻ്റെ കേസിലാണെങ്കിൽ ഇതേപോലെ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരിക. പിന്നെ കമ്പയർ ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ ബാറ്റിൽസ്, യുദ്ധത്തിൻ്റെ ഒക്കെ ഉണ്ടാകുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതും നിങ്ങൾ ഒരുപാട് PYQs തന്നെ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. ബയോളജിയൊക്കെ എന്താ പറയുക, നല്ല രീതിയിൽ വായിച്ച് പഠിച്ച് മോഡലിനൊക്കെ കുറച്ച് ട്വിസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുക. വലിയ കണ്ടൻറ്റ് ഇപ്പോൾ +1 ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബോട്ടണി ഒന്നും 10ൽ ഒന്നുമല്ല. പക്ഷേ 10 പഠിക്കുന്ന ആൾക്കാർക്കല്ലേ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക. അപ്പോൾ 10ലാണ് നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ നമുക്ക് +1 വെച്ച് കമ്പയർ ചെയ്യാൻ എന്തായാലും പറ്റില്ല. പക്ഷേ അതുകൊണ്ട് നല്ലോണം തന്നെ നോക്കി പോവാം. ഇതേപോലെ ഒരുപാട് PYQ, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്യും എന്തായാലും. അപ്പോൾ അതന്നെ നിങ്ങൾ നോക്കി പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ. പിന്നെ ഫിസിക്സിന് ഇപ്പോൾ എവിടെയാണോ കിട്ടാത്തത്, എവിടെയാണോ നിങ്ങൾ കുറച്ച് ലോ ആയിട്ടുള്ള അത് ഫോക്കസ് ചെയ്യാം മോഡൽ എക്സാമിനൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ്. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, ടാറ്റാ.